+2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. നൗ ദിസ് ഇസ് പാർട്ട് 14. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫങ്ഷൻസ്. x² എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. എഫ് മാപ്സ് ഫ്രം ആർ ടു ആർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x². അതിൻ്റെ ഗ്രാഫ്, ഡൊമെയിൻ, റേഞ്ച് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്? എക്സിന് വാല്യൂസ് കൊടുക്കും, വൈ വാല്യൂ കണ്ടുപിടിക്കും, വാല്യൂ ടേബിൾ വരയ്ക്കും. എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് വാല്യൂസും കൊടുക്കണം, നെഗറ്റീവ് വാല്യൂസും കൊടുക്കണം. When x is 0, y equal to x square. 0 square is 0. When x is 1, 1. X is 2, 4. Minus 1 square is 1. Minus 2 square is 4. ഇപ്പോൾ y വാല്യൂസ് കിട്ടി. ഇനി ഈ പോയിന്റ്സുകളെ, അതായത് 0, 0, 1, 1, 2, 4, -1, 1, -2, 4 ഈ പോയിന്റ്സുകളെ കാർട്ടീഷ്യൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്തിട്ട് സ്മൂത്ത് കേവ് വരച്ച് കഴിഞ്ഞാൽ x² ഗ്രാഫ് കിട്ടും. ഇതാണ് നമ്മുടെ x² ഗ്രാഫ്. 0, 0 പാസ് ചെയ്യും. 1, 1, 2, 4, -1, 1 പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് സ്മൂത്ത് കേവ് വരക്കണം അല്ലേ. അപ്പം ഇതിൻ്റെ ഡൊമെയിൻ, റേഞ്ച് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡൊമെയിൻ ഇസ് ആർ, റേഞ്ച് ഇസ് ഈക്വൽ ടു 0, ഇൻഫിനിറ്റി, ക്ലോസ്ഡ് അറ്റ് 0. ഈ ഫംഗ്ഷൻ്റെ ബേസ് എക്സ് ആണ്, എക്സ്പോണൻ്റ് 2 ആണ്. ഓക്കെ, ഇത് ബേസ് എക്സ് ആണ്, ബേസ് എക്സ്പോണൻ്റ് 2 ആണ്. അപ്പം ഇതിന് നേരെ തിരിച്ചുള്ളൊരു ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബേസ് 2ഉം എക്സ്പോണൻ്റ് എക്സ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, അതായത് 2⁻x പോലെ ഇരിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 2⁻x എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ടൈപ്പ് ഫംഗ്ഷൻസ് ആണ്. ബേസ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, എക്സ്പോണൻ്റ് വേരിയബിൾ ആയിരിക്കും. 2⁻x, a⁻x, ബേസ് കോൺസ്റ്റന്റ്, എക്സ്പോണന്റ് വേരിയബിൾ ആണ്. എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2⁻x. ഇപ്പം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ വാല്യൂ ടേബിൾ വരക്കാം. എക്സിന് പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. ഗ്രാഫ് വരക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റീജേഴ്സ് എടുക്കും. എക്സ് 0, ദെൻ 2⁻0. 2⁻0 is 1. When x is 1, 2⁻1. 2⁻1 is 2. When x is 2, 2⁻2 is 4. When x is -1, 2⁻1, that is 1/2. When x is -2, 2⁻2 is 1/4. ഇനി പോയിന്റ്സിനെ നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യണം. 0, 1, 1, 2, 2, 4, -1, 1/2, -2, 1/4. എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് വരുമ്പോൾ വൈ വാല്യൂ വരുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം. -1 വരുമ്പോൾ 1/2, -2 വന്നാൽ 1/4, -3 വരുമ്പോൾ 1/8. അങ്ങനെയാണ് പോകുന്നത്. വൈ വാല്യൂ ചെറുതായി കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ പോയിന്റ്സ് കാർട്ടീഷ്യൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഗ്രാഫ് എങ്ങനെ കിട്ടും നോക്കാം. ഇതുപോലെയാണ് നമ്മുടെ ഗ്രാഫ് കിട്ടുന്നത്. ഇത് 2⁻x ഗ്രാഫാണ്. ജിയോജിബ്രയിലാണ് ഇത് വരച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ പോയിന്റ്സ് മാർക്ക് ചെയ്യണം. 0, 1, 1, 2, 2, 4 പോയിന്റ്സ് മാർക്ക് ചെയ്യണം. അതുപോലെ ഇങ്ങോട്ടേക്ക് -1. വെൻ എക്സ് ഇസ് -1, വൈ ഇസ് 1/2. വെൻ എക്സ് ഇസ് -2, വൈ ഇസ് 1/4. ഇതുപോലെ ഇങ്ങനെ വൈ വാല്യൂ കുറഞ്ഞു പോകും. പക്ഷെ ഒരിക്കലും കേവ് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യില്ല. ഒരിക്കലും വൈ വാല്യൂ 0 ആവുന്നില്ല. വൈ ഇസ് നോട്ട് ഈക്വൽ ടു 0. റേഞ്ചിൻ്റെ അകത്ത് 0 വരില്ല. ഓക്കെ, വെൻ എക്സ് ഇസ് -8, 1/2⁸. വെൻ എക്സ് ഇസ് -10, 1/2⁸. അതുപോലെ വൈ വാല്യൂ കുറഞ്ഞ് 0ലേക്ക് പോകും. പക്ഷേ വൈ ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇങ്ങോട്ട് വരുമ്പോൾ വൈ വാല്യൂ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. എക്സിൻ്റെ വളരെ ചെറിയ ഡിസ്റ്റൻസിൽ വൈ വാല്യൂ പെട്ടെന്ന് വളർന്നു പോകും. ഇപ്പോൾ 2⁻x പെട്ടെന്ന് മുകളിലേക്ക് പോകുന്നത് കാണാം. എക്സിൻ്റെ വാല്യൂ കൂടും തോറും വൈ വാല്യൂ പെട്ടെന്ന് അങ്ങ് വളർന്നു പോകും. ഇതാണ് 2⁻x ഗ്രാഫ്. ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫും കൂടി ഇവിടെ വരച്ചിട്ടുണ്ട്. a⁻x എന്ന് പറഞ്ഞ ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫാണ്. വെൻ a is equal to 1, 1⁻x is 1. For any value of x, 1⁻x is 1. So we get this straight line y equal to 1. Now this is 2⁻x, 3⁻x, 4⁻x. Okay, this is 4⁻x. Next graph is 5⁻x. And then last one 6⁻x. ഇവിടെ ഇങ്ങ് വരച്ചതാണ് 6⁻x. അതായത് ഗ്രാഫ് ഇങ്ങനെ മൂവ് ചെയ്യും.
ഓക്കെ, വൈ ആക്സിസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. എയുടെ വാല്യൂ കൂടുന്തോറും ഇത് വൈ ആക്സിസിൻ്റെ അടുത്തേക്ക് പോകും. ഇത് ആദ്യം വരച്ചിരിക്കുന്ന ഈ കേവ് 2x ഗ്രാഫാണ്. 3x, പിന്നെ 4x, 5x, ലാസ്റ്റ് ഈ ഇവിടെ ഇരിക്കുന്നത് 6x. ഗ്രാഫ് ഇങ്ങനെ വൈ ആക്സിസിൻ്റെ അടുത്തേക്ക് പോകുന്നത് കാണാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവിടെ നോക്കിയ ഈ പോയിന്റിലൂടെ എല്ലാ കേവും കടന്നു പോകുന്നുണ്ട്. ഇത് ഏത് പോയിന്റാ? 0, 1. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, a raised to 0 is equal to 1. 0, 1 is a point on curves of a raised to x. ഓക്കെ, 0, 1 എന്ന് പറഞ്ഞ പോയിന്റ് a raised to xന്റെ എല്ലാ കേവ്സിലും വരുന്നത് കാണാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് a ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. പക്ഷേ a1 എടുക്കുമ്പോൾ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത് കൊണ്ട് നമ്മൾ എടുക്കുന്നത് a ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കും. a ഈക്വൽ ടു 1, 2, 3 തന്നെ ആവണമെന്നില്ല, ഏത് റിയൽ നമ്പർ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, 1നെക്കാളും മുകളിൽ വരുന്ന ഏത് റിയൽ നമ്പറും നമ്മൾ എക്ക് കൊടുക്കും. ഞാനിവിടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് 2x, 3x ഗ്രാഫ് വരച്ചിരിക്കുന്നത്. എക്ക് നമുക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇവിടെ രണ്ട് ഗ്രാഫ് വരച്ചിട്ടുണ്ട്, 2x ആൻഡ് 3x. ഇനി 2ഉം 3ൻ്റെ അടുക്ക് വരുന്ന ഒരു സ്പെഷ്യൽ നമ്പർ നമുക്കൊക്കെ അറിയാം. അതേതാ? ഇ ആണ്. എന്താണ് ഇ? E equal to 1 plus 1 by 1 factorial plus 1 by 2 factorial. 2 factorial is 1 into 2 plus 1 by 3 factorial plus 1 by 4 factorial plus etc. is the irrational number lying between 2 and 3. E is an irrational number lying between 2 and 3 and E is equal to 1 plus 1 by 1 factorial plus 1 by 2 factorial plus 1 by 3 factorial plus etc. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ മനസ്സിലായി 1 plus 1 2 വരും. 2 plus 1 by 1 into 2. 1 into 2 is 2. 1 by 2 is half, 0.5. 2.5 വന്നു ഇവിടെ. 2നെക്കാളും വലിയ നമ്പറാണ്. പക്ഷെ ഇതിൽ എത്ര ടേംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് 3നെക്കാളും ചെറിയൊരു വാല്യൂ ആണ്. E is always in between 2 and 3. Approximate value of E is 2.71828. E is equal to 2.71828 1828 459045 2353 എക്സെട്ര. ഇതൊരിക്കലും സ്റ്റോപ്പ് ആവത്തുമില്ല, റിപ്പീറ്റ് ചെയ്യത്തുമില്ല. കാരണം എന്താ? ഈസ് ആൻ ഇർറാഷണൽ നമ്പർ. ഓക്കെ, നമ്മൾ ചിലപ്പോൾ അതിനെ അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കും, പക്ഷെ ഇത് ഇതുപോലെ സ്റ്റോപ്പ് ആവുന്നില്ല, ഇതിങ്ങനെ തുടർന്നു കൊണ്ട് പോകും. ഇപ്പോൾ ഇ റൈസ് ടു എക്സിൻ്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ജിയോജിബ്രയിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇൻപുട്ട് ബാറിൽ ഇ റൈസ് ടു എക്സ് എന്ന് കൊടുത്താൽ മതി. ഇ ക്യാപ്പ് എക്സ് കൊടുക്കണം. 2 റൈസ് ടു എക്സ് വരയ്ക്കാൻ 2 ക്യാപ്പ് എക്സ് കൊടുക്കുന്ന പോലെ ഇ റൈസ് ടു എക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇ ക്യാപ്പ് എക്സ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഗ്രാഫ് കിട്ടും. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. Let b greater than 1, then the function defined by f of x equal to b raised to x is called the exponential function with base b. ഓക്കെ, നേരത്തെ a ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്ക് പകരം ഇവിടെ b എടുത്തിട്ടുണ്ടെന്നെങ്കിലും ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ബിക്ക് എടുക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ b greater than 1. നമ്മൾ പഠിക്കുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ b greater than 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇ റൈസ് ടു എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. ഗ്രാഫ് y വാല്യൂ എക്സ് ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്തോറും y വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് കാണാം. ആദ്യം y വാല്യൂ വളരെ സ്ലോ ആയിട്ട് ഇൻക്രീസ് ചെയ്യും, പിന്നീട് പെട്ടെന്ന് അങ്ങ് ഉയർന്നു പോകും. ഓക്കെ, y is increasing. ഇ റൈസ് ടു എക്സ് ഇസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. y വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ട് പോകും. എ ലെസ് ദാൻ 1 ആയിക്കഴിഞ്ഞാൽ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതുപോലെയാണ് വരുന്നത്. എ ഈക്വൽ ടു 0.7 ആണ് എടുത്തിരിക്കുന്നത്. ഗ്രാഫ് ഇതുപോലെ നേരെ തിരിച്ചാണ് വരുന്നത്. y വാല്യൂ ഇങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ട് പോകും. നമ്മൾ ഇതിൽ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല, നമ്മൾ ഇൻട്രസ്റ്റ് ഇതില്ല എ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട് ബി ഇസ് ഗ്രേറ്റർ ദാൻ 1. ബി റേസ് ടു എക്സ് ആണ് അവിടെ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ബി ഇസ് ഗ്രേറ്റർ ദാൻ 1. എ റേസ് ടു എക്സ് എടുത്തു കഴിഞ്ഞാൽ എ ഇസ് ഗ്രേറ്റർ ദാൻ 1. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി റേസ് ടു എക്സ്. ഡൊമൈൻ ഇസ് ആർ. ഏത് റിയൽ നമ്പർ വേണമെങ്കിൽ നമുക്ക് എക്സിന് കൊടുക്കാം. സോ ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ. റേഞ്ച് ഇസ് ഈക്വൽ ടു ഓപ്പൺ ഇൻറ്റർവൽ 0 ഇൻഫിനിറ്റി. വൈ ഒരിക്കലും 0 ആവുന്നില്ല, ഗ്രാഫ് ഒരിക്കലും എക്സ് ആക്സിൻ്റെ താഴെ വരുന്നില്ല. ഓക്കെ, എക്സ് ആക്സിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. അതായത് y is greater than 0 ആൻഡ് y is not equal to 0. ഗ്രാഫ് ഇതുപോലെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ y വാല്യൂസ് എല്ലാം ചേർത്ത് കിട്ടുന്നതാണ് അതിൻ്റെ റേഞ്ച്. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു ഓപ്പൺ ഇൻറ്റർവൽ 0 ഇൻഫിനിറ്റി ആൻഡ് 0, 1. ഓക്കെ, ദിസ് പോയിന്റ് 0, 1 is a point on the graph. The exponential function with base 10 is called
കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. എ ഈക്വൽ ടു 10 എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്നത് കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇപ്പൊ എ ഈക്വൽ ടു ഇ എന്ന് ആയിക്കഴിഞ്ഞാൽ, എ ഈക്വൽ ടു ഇ എടുത്തു കഴിഞ്ഞാൽ അതിനെന്താ വിളിക്കുക? നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. The exponential function with base e is called natural exponential function. ഇനി ഇവിടെ നോക്കി ഞാൻ എന്താ ചെയ്തത് നോക്കി, ഇ റൈസ് ടു എക്സിന്റെ ഗ്രാഫാണിത്. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനിലേക്ക് ഇ റൈസ് ടു എക്സിനെ റിഫ്ലക്റ്റ് ചെയ്തു. ഇതിന്റെ ഇൻവേഴ്സ് ആണ് ഇവിടെ കാണുന്ന കേവ്. ഓക്കെ, ഇ റൈസ് ടു എക്സിന്റെ ഇൻവേഴ്സ്, നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ചാപ്റ്ററിൽ സൈൻ കോസിന്റെ ഒക്കെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 1 on 2 ആക്കി മാറ്റിയ ശേഷമാണ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചത്. ഇ റൈസ് ടു എക്സ് ഇസ് ബോത്ത് 1 1 ആൻഡ് on 2. ഓക്കെ, 0 ഇൻഫിനിറ്റിലേക്കാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇ റൈസ് ടു എക്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ആർ ടു ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് on 2 ആയിട്ട് മാറി. കേവ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് 1 1 ഫംഗ്ഷൻ ആണ്. വേർട്ടിക്കൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒറ്റൊരു പോയിന്റിൽ മാത്രമേ പാസ് ചെയ്യൂ. സോ ദിസ് ഫംഗ്ഷൻ ഇസ് ബോത്ത് 1 1 ആൻഡ് on 2. സോ ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ. ഇപ്പോൾ നമ്മൾ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ എടുത്തു, അതിനെ റിഫ്ലക്റ്റ് ചെയ്തു. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇ റൈസ് ടു എക്സിനെ റിഫ്ലക്റ്റ് ചെയ്തു. ഇങ്ങനെ കിട്ടുന്ന ഈ ഗ്രാഫാണ് ലോഗരിതമിക് ഫംഗ്ഷന്റെ ഗ്രാഫ്, ലോഗ് എക്സിന്റെ ഗ്രാഫ്. ഇപ്പൊ ഇ റൈസ് ടു എക്സിന്റെ ഇൻവേഴ്സ് ആണ് ലോഗ് എക്സ്. ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് ഇ റൈസ് ടു എക്സ് ഇസ് ലോഗ് എക്സ്. ലോഗരിതം. ലെറ്റ് എ ബി എ പോസിറ്റീവ് റിയൽ നമ്പർ and b greater than 1. If a is equal to b raised to x, ആദ്യത്തെ നമ്പർ പോസിറ്റീവ് നമ്പർ ആണ്. എനെ b raised to x ആയിട്ട് എഴുതാൻ പറ്റണം നമുക്ക്. b is greater than 1. 100 is equal to 10 raised to 2 എന്ന് എഴുതാൻ പോലെ, 1000 is equal to 10 raised to 3 എന്ന് എഴുതുന്ന പോലെ എനെ b raised to x ആയിട്ട് എഴുതണം. Then x is called the logarithm of a to the base b. That is log of a to the base b is equal to x. Log of a to the base b equal to x. Okay, ഇങ്ങനെയാണ് നമ്മളത് എഴുതുന്നത്. ലോഗ് ഓഫ് എ ടു ദ ബേസ് ബി ഈക്വൽ ടു എക്സ്. കുറച്ച് എക്സാമ്പിൾസ് എടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 25 ഈക്വൽ ടു 5 സ്ക്വയർ. സോ ലോഗ് ഓഫ് 25 വിത്ത് ബേസ് 5 ഇസ് ഈക്വൽ ടു 2. ഇങ്ങനെയാണ് ലോഗിനെ ഡിഫൈൻ ചെയ്യുന്നത്. ലോഗ് ഓഫ് 25 വിത്ത് ബേസ് 5 ഇസ് ഈക്വൽ ടു 2. 125 is 5 cube. So log of 125 with base 5 is equal to 3. Log of 125 with base 5 is equal to 3. 8 equal to 2 cube. So what is log of 8 to the base 2? Log of 8 to the base 2 is equal to 3. 16 equal to 2 raised to 4. So log of 16 to the base 2 is equal to 4. 16 നമുക്ക് വേറൊരു രീതിയിലും എഴുതാം. 16 ഈക്വൽ ടു 4 സ്ക്വയർ. ഇപ്പോൾ ലോഗ് ഓഫ് 16 ടു ദ ബേസ് 4 എന്തായിരിക്കും? 2 ആയിരിക്കും. ഇപ്പോൾ ലോഗ് ഓഫ് 16 ഇവിടെ 4 ആണ്, ഇവിടെ 16 ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ബേസ് 2 ആണ്, ബേസ് 4 ആണ്. അപ്പോൾ ബേസ് മാറുമ്പോൾ ലോഗും മാറും. കാരണം 16 is 2 raised to 4. So log of 16 to the base 2 is 4. 16 is 4 square. So log of 16 to the base 4 is 2. Now 10 equal to 10 raised to 1. So log of 10 to the base 10 is equal to 1. 100 equal to 10 square. So log of 100 to the base 10 is equal to 2. 1000 is equal to 10 cube. So log of 1000 to the base 10 is equal to 3. If the base of the logarithm is 10, then it is called common logarithm. Okay, ഈ ലോഗരിതത്തിനെ നമ്മൾ വിളിക്കുന്നത് common logarithm. Base is 10. If the base is e, then it is called natural logarithm denoted by ln. പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിൽ ln എന്ന് ഉപയോഗിക്കുന്നില്ല, log x തന്നെയാണ് ഉപയോഗിക്കുന്നത്. log x ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസ് അവിടെ e ആണ്. ln എന്ന് നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ln എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അതെന്താ? ലോഗരിതമിക് ഫംഗ്ഷൻ വിത്ത് ബേസ് ഇ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലോഗരിതം ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കണം. പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് ഉപയോഗിക്കും. ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ് റൂൾ.
log of xy to the base b is equal to log of x to the base b plus log of y to the base b. ഇതിന് എളുപ്പത്തിൽ ഇതുപോലെ ഓർത്ത് വെച്ചാൽ മതി. log a into b is equal to log a plus log b. ബേസിനെ കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കണമെന്നില്ല. നിങ്ങൾ ഇതുപോലെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ലോഗ് ഓഫ് എ ഇൻറ്റു ബി, ഇവിടെ പ്രൊഡക്റ്റ് ആണ്, ഇവിടെ വരുമ്പോൾ എന്താവുന്നത് സം ആയിട്ട് മാറും. ലോഗ് ഓഫ് എ ഇൻറ്റു ബി is equal to log a plus log b. ഇപ്പോൾ രണ്ട് വലിയ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ ലോഗ് കണ്ടുപിടിച്ചാൽ വളരെ എളുപ്പമാണ്. നമ്മൾ ആഡ് ചെയ്താൽ മതി. പ്രൊഡക്റ്റ് കാണുന്നതിനേക്കാളും എളുപ്പമാണ് നമുക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ലോഗ് എ ലോഗ് ബി അറിയാമെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് ഓഫ് എ ബി എന്ന് കിട്ടും. ഇപ്പോൾ എ ഇൻറ്റു ബി കാണാൻ നമ്മൾ ആൻറ്റി ലോഗരിതം എടുക്കണം. ഓക്കെ, ലോഗരിതം ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ടാകും. അതിൽ ലോഗരിതമിക് വാല്യൂ, ആൻറ്റി ലോഗരിതം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റൂള് നന്നായിട്ട് പഠിച്ചു വെക്കണം. ലോഗ് എ ബി is equal to ലോഗ് എ പ്ലസ് ലോഗ് ബി. അങ്ങനെയാണെങ്കിൽ ലോഗ് എ ബൈ ബി എന്തായിരിക്കും? എക്സ് ബൈ വൈ എടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ. or log a by b is equal to log a minus log b. ഓക്കെ, എ ഇൻറ്റു ബി ആണെങ്കിൽ ഇവിടെ പ്ലസ് വരും, എ ബൈ ബി ആണെങ്കിൽ ഇവിടെ മൈനസ് വരും. പവർ റൂൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോഗ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇസ് എൻ ലോഗ് എക്സ്. അല്ലെങ്കിൽ ഇതുപോലെ പഠിച്ചു വെച്ചോളൂ. ലോഗ് ഓഫ് എ റൈസ് ടു എൻ ഇസ് എൻ ലോഗ് എ. ലോഗ് എ ബിയുടെ അതേ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. എ റൈസ് ടു എൻ എന്ന് വെച്ചാൽ എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എ എൻ ടൈംസ്. അതുപോലെ ഇവിടെ എന്തുണ്ടാകും? ലോഗ് എ പ്ലസ് ലോഗ് എ പ്ലസ് ലോഗ് എ പ്ലസ് എൻ ടൈംസ് ഉണ്ടാകും. അതെന്താ കിട്ടുന്നത്? എൻ ലോഗ് എ എന്ന് കിട്ടും. ഈ ഒരു റൂള് നന്നായിട്ട് പഠിച്ചു വെച്ചോളണം. പവർ റൂൾ. ലോഗ് ഓഫ് എ റൈസ് ടു എൻ ഇസ് എൻ ലോഗ് എ. ഈ പവർ ഇങ്ങോട്ട് മുൻപിലോട്ട് വന്ന് നിൽക്കും. എൻ ലോഗ് എ. Now base changing rule. Log of x to the base a is equal to log of x to the base b. ബേസ് ചേഞ്ച് ആയി. ഇവിടെ ബേസ് എ ആണ്, ഇവിടെ ബേസ് ബി ആണ്. അപ്പം ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോഗ് ഓഫ് എ ടു ദ ബേസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് എ is equal to ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് ബി ഡിവൈഡഡ് ബൈ ലോഗ് ഓഫ് എ ടു ദ ബേസ് ബി. അപ്പോൾ ഈ റൂളും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം. Logarithmic function. Let x be a positive real number and b greater than 1. Then the function defined by f of x equal to log x to the base b is called logarithmic function. നമ്മൾ ഈ ഗ്രാഫ് നേരത്തെ നോക്കി. e raised to x ന്റെ ഇൻവേഴ്സ് ആണ് log x. Log x is defined only for positive real numbers. So domain is equal to r plus. ഗ്രാഫ് നിങ്ങൾ കണ്ടല്ലോ. ഗ്രാഫ് എവിടെയാണ് കിടക്കുന്നത്? പോസിറ്റീവ് റിയൽ ആക്സിസിൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ് കിടക്കുന്നത്. വൈ ആക്സിസിൻ്റെ ലെഫ്റ്റിലേക്ക് അതൊരിക്കലും മൂവ് ചെയ്യുന്നില്ല. എക്സ് വാല്യൂ എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാല്യൂസ് ആണ്. എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, സോ ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് റേഞ്ച് ഇസ് ഈക്വൽ ടു ആർ. താഴെ മുതൽ മുകളിലോട്ട് വരെ എല്ലാ വൈ വാല്യൂവും എടുക്കുന്നുണ്ട്. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു ആർ. 1, 0 is always a point on the graph of the log function. The graph y equal to e raised to x and log x to the base e are the mirror images of each other reflected in the line y equal to x. The exponential function and the logarithmic function are inverse of each other. അപ്പോൾ നമുക്കൊരു റിസൾട്ട് അറിയാം. ഇഫ് എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ, എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ആ റൂൾ ഇവിടെയും അപ്ലൈ ചെയ്യാം. ലോഗ് ഓഫ് ഇ റേസ് ടു എക്സ് ഇസ് എക്സ്. എഫ് കോമ്പോസിറ്റ് ജി പോലെ ഇരിക്കുന്ന ഫംഗ്ഷനാണ് ഇത്. ലോഗ് ഓഫ് ഇ റേസ് ടു എക്സ് ഇസ് എക്സ്. അതുപോലെ തന്നെ ഇ റേസ് ടു ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഈ രണ്ട് ഇക്വേഷനും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ലോഗ് ആൻഡ് ഇ റേസ് ടു എക്സ് ആർ inverse of each other. So log of e raised to x is x. e raised to log x is x. ഇനി ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് റിസൾട്ട്സുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലോഗ് ഓഫ് 1 ടു ദ ബേസ് ബി ഈക്വൽ ടു 0. b raised to 0 is equal to 1. Any number raised to 0 is equal to 1. So log of 1 to the base b is equal to 0. Now second one, log of e to the base e is equal to 1. e raised to 1 is equal to e. So log of e to the base e is equal to 1. Log of a to the base a is equal to 1. a raised to 1 is e. So log of a to the base a is equal to 1. Log of e raised to x to the base e is equal to x. Log and e are inverse of each other. So log of e raised to x is x.
log of 1 by x is equal to log of a by b is log a minus log b. Log of 1 is 0. So this is equal to 0 minus log x, which is equal to minus log x. So log of 1 by x is log 1 minus log x. Log 1 is 0. 0 minus log x. That's equal to minus log x. Now e raised to log x is x, e and log are inverse of each other. So e raised to log x is x greater than 0. Log is defined only for positive real numbers. So x is greater than 0. Now theorem, derivative of e raised to x is equal to e raised to x. Same function തന്നെ കിട്ടും. e raised to x നെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? e raised to x ആണ്. ഇതിന്റെ പ്രൂഫ് നമുക്ക് പഠിക്കാം. ഇപ്പം f of x equal to e raised to x. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. f dash of x equal to, by first principle of derivative, f dash of x equal to limit h tends to 0, f of x plus h minus f of x by h. Here f of x is e raised to x. What is f of x plus h? x ലെ സ്ഥലത്ത് x plus h എഴുതണം. e raised to x plus h minus e raised to x divided by h. ഇനി e raised to x plus h നെ എങ്ങനെ എഴുതാം? x raised to m plus n is x raised to m into x raised to n. e raised to x plus h is e raised to x into e raised to h. അപ്പം ഇതുപോലെ കിട്ടും. ഇനി ഇവിടെ e raised to x കോമൺ ആണ്. e raised to x കോമൺ ആയിട്ട് പുറത്ത് വെക്കാം. e raised to x നെ ലിമിറ്റിന്റെ പുറത്തേക്ക് കൊണ്ടുപോകാം. കാരണം എന്താ? ലിമിറ്റ് is depending on h. h is tending to 0. So we can take e raised to x outside the limit. So this is equal to e raised to x into limit h tends to 0. e raised to x കോമൺ ആയിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? e raised to h minus 1. ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്. സോ e raised to h minus 1 divided by h. ഇനി ഈ ലിമിറ്റ് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചത് ഓർമ്മയുണ്ടോ? ലിമിറ്റ് h ടെൻസ് ടു 0, e raised to h minus 1 divided by h. ഇതിന്റെ വാല്യൂ എന്താ? 1 ആണ്. സോ e raised to x into 1 which is equal to e raised to x. ഈ ലിമിറ്റിന്റെ വാല്യൂ 1. So we get e raised to x. So derivative of e raised to x is e raised to x. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു കഥ അറിയാവോ? പണ്ട് ബ്രിട്ടനിൽ ഒരു ഭ്രാന്തൻ ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്സ് പഠിച്ച് അവസാനം ചെറുതായിട്ടൊരു ഭ്രാന്ത് പിടിച്ച ഒരു ഭ്രാന്തൻ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ആരെ കണ്ടാലും പറയുന്നത് ഐ വിൽ ഡിഫറൻഷ്യേറ്റ് യു. സാധാരണ ആൾക്കാർക്ക് ഡെറിവേറ്റീവ്സ് ഇൻറ്റഗ്രേഷൻ എന്നെല്ലാം പറഞ്ഞാൽ അറിയാവോ? ഇല്ല. അപ്പം അവരെന്തോ വിചാരിക്കും ഇതെന്തോ ഐ വിൽ കിൽ യു എന്ന് പറഞ്ഞ ആ ടൈപ്പ് എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ഓടുമായിരുന്നു. ഐ വിൽ ഡിഫറൻഷ്യേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ വിചാരിച്ചുകൊണ്ടുണ്ടായിരുന്നത് എന്താ? ഐ വിൽ കിൽ യു. അപ്പോൾ എല്ലാവരും പേടിച്ച് പോകില്ലേ? അപ്പോൾ അവരെ പേടിച്ച് ഓടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭ്രാന്തൻ ഒരാളെ കണ്ടുമുട്ടി. അയാളോടും അതുപോലെ പറഞ്ഞു ഐ വിൽ ഡിഫറൻഷ്യേറ്റ് യു. പക്ഷേ ഈ പുതിയ ആൾക്ക് ഒരു കുലുക്കുമില്ല. അപ്പം ഈ ഭ്രാന്തന് ഭയങ്കര അതിശയായി. ഇതുവരെ എല്ലാവരും പേടിച്ച് ഓടിയതാണ്, പക്ഷെ ഇയാൾക്കൊരു കുലുക്കുമില്ല, ഒറ്റ നിൽപ്പാണ്. അപ്പോൾ ഈ ഭ്രാന്തൻ ചോദിച്ചു, എന്ത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പേടിയൊന്നും ആവുന്നില്ലേ? എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുന്നില്ലേ? ഐ വിൽ ഡിഫറൻഷ്യേറ്റ് യു എന്നിട്ടും നിങ്ങൾക്ക് പേടിയില്ലേ? അപ്പോൾ ആ പുതിയ ആൾ പറയാണ് ഐ ആം എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ. എന്തുകൊണ്ടാ? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഒന്നും പറ്റത്തില്ല, ഒരു കുലുക്കവും ഇല്ല അല്ലേ? ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഫങ്ഷൻ നമുക്ക് ഒരു കേടുകൂടാണ്ട് ഇ റേസ് ടു എക്സ് ആയിട്ട് തന്നെ കിട്ടും. ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? ഇ റേസ് ടു എക്സ്. അതുകൊണ്ട് പുതിയ വന്ന ആളൊരു മാത്തമാറ്റീഷ്യൻ ആണല്ലേ, അതുകൊണ്ട് എന്താ പറഞ്ഞത്? ഐ ആം ഇ റേസ് ടു എക്സ്, എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, എനിക്കൊരു ചുക്കും സംഭവിക്കില്ല. അതാണ് നമ്മുടെ ഇ റേസ് ടു എക്സിന്റെ കഥ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഇസ് 1/x. അതിൻ്റെ പ്രൂഫും കൂടി നമ്മൾ പഠിച്ചു വെച്ചേക്കണം. f of x equal to log x, x greater than 0. Log is defined only for positive real numbers. F dash of x, by first principle, f dash of x equal to limit h tends to 0, f of x plus h minus f of x divided by h. f of x is log x. So what is f of x plus h? Log x plus h. x ഇല്ല സ്ഥലത്ത് x plus h എഴുതണം. log x plus h. So limit h tends to 0, log x plus h minus log x by h. Now this is of the form log a minus log b, which is log a by b. Okay, log a by b is log a minus log b. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? log of x plus h divided by x എന്ന് എഴുതാം. ഈ 1/h ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ലിമിറ്റ് h tends to 0, 1/h into log
എക്സ് പ്ലസ് എച്ച് ഡിവൈഡ് ബൈ എക്സ്. പിന്നെ ഈ എക്സിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം പ്ലസ് എച്ച് ബൈ എക്സ് ആയിട്ട് എടുക്കണം. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ എച്ച് ഇൻറ്റു ലോഗ് 1 പ്ലസ് എച്ച് ബൈ എക്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഈ 1 ബൈ എച്ചിനെ ഇതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ലോഗ് 1 പ്ലസ് എച്ച് ബൈ എക്സ് ഡിവൈഡ് ബൈ എച്ച്. ഇതുപോലെ ഒരു ലിമിറ്റിൽ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ എച്ച് ബൈ എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? എച്ച് ബൈ എക്സ് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും വേണം. എച്ച് ബൈ എക്സ് എടുത്തു, ഈ എക്സ് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻറ്റു എക്സ് എടുത്തു. അത് നമ്മൾ അറിയാവുന്ന ലിമിറ്റിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഈ 1 ബൈ എക്സ് ഇവിടെ ഇരിക്കുന്ന 1 ബൈ എക്സിനെ ലിമിറ്റിന് പുറത്തേക്ക് വെക്കാം. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എച്ച്. സോ 1 ബൈ എക്സ് ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എച്ച് ബൈ എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ബൈ എക്സ്. ഇതിൻ്റെ വാല്യൂ എന്താ? ഇതിൻ്റെ വാല്യൂ 1 ആണ്. എന്താ കാരണം? നമുക്ക് റിസൾട്ട് അറിയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1. സോ ഈ എക്സിന് പകരം ഇവിടെ എച്ച് ബൈ എക്സ് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, എച്ച് ബൈ എക്സ് ആണ് ഇരിക്കുന്നത്. ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ ആൻസർ ഇസ് 1 ബൈ എക്സ് ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ്. Derivative of e raised to x is e raised to x. Derivative of log x is 1 by x. E raised to x and log x are continuous functions. E raised to x and log x are differentiable function. All differentiable functions are continuous functions. So e raised to x and log x are continuous functions. ഇനി നമ്മൾ പ്രോബ്ലം സെക്ഷനിലേക്ക് കടക്കാം. ഡിഫറൻഷിയേറ്റ് ഫോളോവിങ് ഫംഗ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ ഓഫ് ലോഗ് എക്സ് കോസ് ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു കോസ് എക്സ്. വളരെ ഈസിയാണ്. വളരെ ഈസിയായ രണ്ട് റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യും. അതുപോലെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. എന്താണ് ചെയിൻ റൂൾ? എഫ് ഓഫ് ജി ഓഫ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് എഫിൻ്റെ ഡെറിവേറ്റീവ് ആണ്. എഫിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് പോലെ എഴുതണം. അതിനുശേഷം ജി ഡാഷ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ റൂള് നമുക്ക് ഇതിനെല്ലാം അപ്ലൈ ചെയ്യേണ്ടി വരും. ഇ റേസ് ടു മൈനസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് ഇസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ്. ഇ റേസ് ടു എക്സ് പോലെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് വരും. പക്ഷേ എക്സ് അല്ല, എക്സിന് പകരം മൈനസ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് എഫ് ഡാഷ്, ഇത് ജി ഡാഷ് ആണ്. എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ചെയിൻ റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ്? ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് ഇസ് -1. സോ ആൻസർ ഇസ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഇ റേസ് ടു എക്സ് പോലെ തന്നെ മനസ്സിൽ കാണുക. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്, പക്ഷേ എക്സ് അല്ല. അപ്പോൾ എന്താണോ ഇവിടെ ഇരിക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ്. ഇപ്പോൾ ഇവിടെ ഇ റേസ് ടു 3x ആണെങ്കിൽ എന്തായിരിക്കും ഡെറിവേറ്റീവ്? ഇ റേസ് ടു 3x. ഡെറിവേറ്റീവ് ഇസ് ഇ റേസ് ടു 3x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3x. ഡെറിവേറ്റീവ് ഓഫ് 3x ഇസ് 3. സോ 3 ഇൻറ്റു ഇ റേസ് ടു 3x വരും. അപ്പോൾ അതിന് പകരം ഇ റേസ് ടു എം എക്സ് ആണെങ്കിലോ വരുന്ന ആൻസർ എന്താ? എം ഇൻറ്റു ഇ റേസ് ടു എം എക്സ്. എം എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എം ഇൻറ്റു ഇ റേസ് ടു എം എക്സ്. അതുപോലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. നൗ സെക്കൻഡ് വൺ, സൈൻ ലോഗ് എക്സ്. ഇതാണ് എഫ്, ഇതാണ് ജി. ഇപ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ്. ഇപ്പോൾ നമ്മൾ എഴുതേണ്ടത് കോസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. സൈനിൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എഴുതണം. കോസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്? 1 ബൈ എക്സ്. സോ 1 ബൈ എക്സ് ഇൻറ്റു കോസ് ലോഗ് എക്സ്. നമ്മൾ ഇങ്ങനെ സാധാരണ എഴുതൂല, 1 ബൈ എക്സ് ആദ്യം കൊണ്ടുവന്ന് എഴുതും, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും. കോസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. നൗ തേർഡ് വൺ, കോസ് ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു എക്സ്. അപ്പോൾ നമ്മൾ ആദ്യം കോസ് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ആലോചിക്കണം. എന്താ കോസ് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ്? -1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ -1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് അല്ല, ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ എന്താ ഡെറിവേറ്റീവ് വരിക? -1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഉള്ള സ്ഥലത്ത് ഇ റേസ് ടു എക്സ് എഴുതണം. ഇ റേസ് ടു എക്സ് ഹോൾ സ്ക്വയർ വരും. -1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. എക്സിന് പകരം ഇ റേസ് ടു എക്സ്. സോ ഇ റേസ് ടു എക്സ് ഹോൾ സ്ക്വയർ.
പക്ഷേ എക്സിന് പകരം ഇ റേസ് ടു എക്സ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ടേമും കൂടി വരും. എന്താ അത്? ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്. What is derivative of e raised to x? Derivative of e raised to x is e raised to x. So answer is minus e raised to x divided by root of 1 minus e raised to x whole square, that is e raised to 2x, x into 2. x raised to m whole raised to n is x raised to mn. m into n വരും. x into 2 വരും. 2x വരും. So answer is minus e raised to x divided by root of 1 minus e raised to 2x. Now fourth one, y equal to e raised to cos x. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഡെറിവേറ്റീവ് ഓഫ് e raised to cos x is e raised to cos x into derivative of cos x. Derivative of cos x എന്താ? മൈനസ് സൈൻ എക്സ്. സോ ആൻസർ ഇസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു കോസ് എക്സ്. പെട്ടെന്ന് ആൻസർ കിട്ടും. ഡിഫറൻഷിയേറ്റ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എഫ് ഇൻറ്റു ജി ഡാഷ് ഇസ് എഫ് ജി ഡാഷ് പ്ലസ് ജി എഫ് ഡാഷ്. ഓക്കെ, രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് ആണ്. അന്നേരം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. Derivative of sin x is cos x. Derivative of e raised to x is e raised to x. Now we can take e raised to x outside. So answer is e raised to x into cos x plus sin x. Differentiate sin inverse of e raised to x. അപ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം വരേണ്ടത് sin inverse xന്റെ ഡെറിവേറ്റീവ് ആണ്. എന്താ sin inverse xന്റെ ഡെറിവേറ്റീവ്? 1 divided by root of 1 minus x square. 1 divided by root of 1 minus x square. എക്സിന് പകരം ഇവിടെ ഇ റേസ് ടു എക്സ് ഉണ്ട്. ഈ എക്സ് ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് എഴുതേണ്ടി വരും? ഇ റേസ് ടു എക്സ് എഴുതേണ്ടി വരും. സോ 1 by root of 1 minus x square. എക്സിന് പകരം ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സ് ഹോൾ സ്ക്വയർ. ഒരു ടേമും കൂടി ആഡ് ചെയ്യണം. എക്സ് അല്ല ഇരിക്കുന്നേ, അതെന്താണോ ഇരിക്കുന്നേ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഇസ് ഇ റേസ് ടു എക്സ്. സോ ആൻസർ ഇസ് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഇ റേസ് ടു x whole raised to 2 is e raised to x into 2, that is 2x. x raised to m whole raised to n is x raised to mn. exponent തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. x into 2, 2x. Find the derivative of e raised to 2x. പെട്ടെന്ന് ആൻസർ പറയാലോ. എന്താ e raised to 2xന്റെ ഡെറിവേറ്റീവ്? e raised to 2x into derivative of 2x. Derivative of 2x is 2. So answer is 2 e raised to 2x. Okay. E raised to 2x into derivative of 2x, that is 2 into e raised to 2x. Now second one, find the derivative of e raised to 2x plus log x. Y equal to e raised to 2x plus log x. Now this is of the form x raised to m plus n. X raised to m plus n is x raised to m into x raised to n. So e raised to 2x plus log x is e raised to 2x into e raised to log x. ഓക്കെ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ പ്ലസ് ഉണ്ടെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് വരും. ഇ റേസ് ടു 2x ഇൻറ്റു ഇ റേസ് ടു ലോഗ് എക്സ്. നൗ വാട്ട് ഈസ് ഇ റേസ് ടു ലോഗ് എക്സ്? ഇ ആൻഡ് ലോഗ് ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. സോ ഇ റേസ് ടു ലോഗ് എക്സ് ഇസ് എക്സ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായിട്ട് മാറി? എക്സ് ആയിട്ട് മാറി. സോ അവർ വൈ ഇസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു 2x. പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. അപ്പോൾ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എന്താ പ്രൊഡക്റ്റ് റൂൾ? എഫ് ജി ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ജി ഡാഷ് പ്ലസ് ജി എഫ് ഡാഷ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. സോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു 2x പ്ലസ് ഇ റേസ് ടു 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. What is derivative of e raised to 2x? E raised to 2x into 2. Derivative of x is 1. So answer is x into 2 into e raised to 2x plus e raised to 2x. Now we can take e raised to 2x outside. So here remaining term is 2x plus 1. So e raised to 2x into 2x plus 1. So e raised to 2x into 2x plus 1. Now next, differentiate log e raised to x with respect to x. Differentiate e raised to log x with respect to x. വളരെ ഈസി ആണ്. പെട്ടെന്ന് ആൻസർ പറഞ്ഞു നോക്കട്ടെ. log and e raised to x are inverse of each other. So log of e raised to x is x. Derivative of x with respect to x is 1. So answer is 1. വളരെ പെട്ടെന്ന് കിട്ടിയല്ലേ. പക്ഷെ നമുക്കിവിടെ ഓർമ്മ വേണം. log and e are inverse of each other. So log of e raised to x is x. Derivative of x is 1. So answer is 1. ഇനി രണ്ടാമത്തതും പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. സെയിം ആൻസർ ആണ് വരുന്നത് അല്ലേ. ഇ റേസ് ടു ലോഗ്, ഇ ആൻഡ് ലോഗ് ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. ഇ റേസ് ടു ലോഗ് എക്സ് ഇസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1.
ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ടാൻ ഇ റേസ് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 3 ഫംഗ്ഷൻസ് ഉണ്ട്. ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് 6² ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്. 3 ഇക്വേഷൻ ഓർമ്മ വേണം. ഏതൊക്കെയാണ് 3 ഇക്വേഷൻ? ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഇസ് 1/x. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഇസ് 6²x. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഇസ് ഇ റേസ് ടു എക്സ്. എക്സാം എഴുതുന്ന സമയത്ത് ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ അവിടെ എഴുതി വെക്കണം. ഓക്കെ, അത് നല്ല ശീലമാണ്. ആ ശീലം നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, നമ്മൾ ഏതൊക്കെ ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ ഇവിടെ സൈഡിൽ എഴുതി വെക്കാം. സൈഡിൽ വെച്ചാൽ കുറേ അങ്ങ് എഴുതി വെച്ചേക്കരുത്. നിങ്ങളെ ആൻസർ ഷീറ്റിന്റെ മെയിൻ ഭാഗത്ത് തന്നെ എഴുതി വെക്കണം. ഇപ്പോൾ ഇവിടെ ലോഗ് ഉണ്ട്, എക്സിന് പകരം ടാൻ ഇ റേസ് ടു എക്സ് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം ലോഗിന്റെ ഡെറിവേറ്റീവ് മനസ്സിൽ കാണണം. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? 1/tan ഇ റേസ് ടു എക്സ്, ടാൻ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇ റേസ് ടു എക്സ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് ടാനിന്റെ ഡെറിവേറ്റീവ്. ടാനിന്റെ ഡെറിവേറ്റീവ് 6²x. എക്സിന് പകരം ഇ റേസ് ടു എക്സ് എഴുതണം. ഈ ടേം ഇതുപോലെ എഴുതാം. ഇവിടെ ടാൻ്റെ ഡെറിവേറ്റീവ് 6² ഇ റേസ് ടു എക്സ് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഇസ് ഇ റേസ് ടു എക്സ്. അപ്പോൾ ഇവിടെ ഒരു ടേമും കൂടി വരും, ഇ റേസ് ടു എക്സ്. സോ 1/tan ഇ റേസ് ടു എക്സ് 6² ഇ റേസ് ടു എക്സ് ഇൻടു ഇ റേസ് ടു എക്സ്. Now 1/tan ഇ റേസ് ടു എക്സ് സൈൻ ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ കോസ് ഇ റേസ് ടു എക്സ്. അതിന്റെ റെസിപ്രോക്കൽ വരും. സോ ദാറ്റ് ഇസ് കോസ് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ സൈൻ ഇ റേസ് ടു എക്സ്. പിന്നെ sec² എന്താ? 1/cos². സോ 1/cos² ഇ റേസ് ടു എക്സ്. പിന്നെ ഈ ലാസ്റ്റ് ടേം ഇ റേസ് ടു എക്സ് അതുപോലെ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടേം ക്യാൻസൽ ചെയ്യാം. കോസ് ഇ റേസ് ടു എക്സ് ക്യാൻസൽ ചെയ്യാം. ഡിനോമിനേറ്റർ എന്തൊക്കെ ഉണ്ടാകും? സൈൻ ഇ റേസ് ടു എക്സ് ഇൻടു കോസ് ഇ റേസ് ടു എക്സ്. ന്യൂമറേറ്ററിൽ ഇ റേസ് ടു എക്സ്. So e raised to x divided by sin e raised to x into cos e raised to x. ബ്ലാക്ക് ബോർഡിലുള്ള കാര്യങ്ങളൊക്കെ നോട്ട്ബുക്കിൽ നന്നായിട്ട് വൃത്തിക്ക് എഴുതണം, നന്നായിട്ട് പഠിക്കണം. ലോഗരിതമിക് ആൻഡ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിന്റെ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.